Hi guys, it's me Hridya. Welcome back to my YouTube channel Castle 2.0 Vlogs. ഇത് തിരുവോണമാണ്. എല്ലാവർക്കും എൻ്റെ വക ഓണദിനാശംസകൾ നേരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം, തിരുവോണ വ്ളോഗിലേക്ക്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, തിരുവോണം കഴിഞ്ഞിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഇന്ന് സെപ്റ്റംബർ 20 ഇന്നാണ് എനിക്ക് ഈ വ്ളോഗ് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാൻ സമയം കിട്ടിയത്. അപ്പോൾ തിരുവോണ ദിവസത്തിനായും തന്നെ ഞാൻ പൂക്കളത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പൂക്കളൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊക്കെയാണ് ഞങ്ങൾ കടയിൽ നിന്ന് വെച്ചിട്ടുള്ള പൂക്കൾ. ഇതൊക്കെ കുറച്ച് പൂക്കളൊക്കെ ഞങ്ങളുടെ പറമ്പിലുണ്ട്. ഞങ്ങളുടെ മുറ്റത്തു നിന്നും മറ്റും എല്ലാം കുറച്ച് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പാലപ്പൂവാണ്, ഞങ്ങളുടെ മുറ്റത്തു നിന്ന് പറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കുറച്ച് പൂവൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇച്ചിരി ഹെവി ആയിട്ടുള്ളൊരു പൂക്കളുടെ ഡിസൈൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് സക്സസ് ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ആ ഒരു ടൈലായതുകൊണ്ട് തെളിഞ്ഞ് കാണത്തില്ലെങ്കിൽ ഒരു വിധത്തിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ പൂക്കൾ കട്ട് ചെയ്ത സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളപ്പൂവാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടാണ് ഈ പൂക്കളം ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് ഡിസൈൻ. അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ഇട്ടേക്ക് കൊടുത്ത് തുടങ്ങുന്നുണ്ട്. കുളവാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ചെറുതായിട്ട് കുളവായി കണ്ടില്ല. ഒരു സ്മൈലി ലുക്കായി പോയി. എന്നാലും കുഴപ്പമില്ല. പിന്നെ മാറ്റാൻ കുറച്ച് പാടാണ്, ഞങ്ങൾ പിന്നെ മാറ്റിയില്ല. അത് സ്മൈലി ലുക്കായി പോയി. അതിനുശേഷം ഇതിന് ചുറ്റും ഞങ്ങളൊരു വൈറ്റ് കളർ ഫ്ലവർ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടാണ് നമ്മൾ ഓണപ്പൂക്കളത്തിൻ്റെ ഫൈനലും ഓണാശംസകൾ എന്നൊക്കെ എഴുതിയിട്ട്. എല്ലാ വർഷവും ഓണത്തിന് ആദ്യം സദ്യ വിളിക്കുന്ന മാവേലിക്കാണ്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഇനി നമ്മൾ സദ്യയൊക്കെയുള്ള ഒരുക്കങ്ങളാണ്. ഇപ്പോൾ സദ്യ ഇലയൊക്കെ ഇട്ടു, കുറച്ച് വിഭവങ്ങളൊക്കെ വിളമ്പി. ഇനി ഉപ്പേയും ശർക്കര വരട്ടി അതൊക്കെ വെക്കണം. അപ്പോൾ ആദ്യം മാവേലി കഴിച്ചിട്ട്, അങ്ങനെയാണ് ഐതിഹ്യം, മാവേലിക്ക് കൊടുത്തിട്ട് മാത്രമേ ബാക്കിയുള്ളവർ കഴിക്കാവൂ എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ മാവേലിക്ക് വേണ്ടിയുള്ള ഇലയൊക്കെ സെറ്റ് ചെയ്ത് കറികളും അച്ചാറും ഒക്കെ വിളമ്പുന്നുണ്ട്. ഇതൊക്കെ ആ സീനാണ്, വിളമ്പുന്ന സീനാണ്. പിന്നെ അതൊക്കെ ഒരു സേമിയ പായസമാണ് വെച്ചിട്ടുള്ളത്. വിളക്ക് കത്തിച്ച് നമുക്ക് സാമ്പാർ ഒഴിക്കുന്നുണ്ട്. പരിപ്പ്, സാമ്പാർ, മോര്, നല്ല വിഭവസമൃദ്ധമായ ഒരു സദ്യയായിരുന്നു. പിന്നെ സദ്യയുടെ ഒരു ഫോട്ടോയാണ്, ക്ലിപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഹായ് ഗൈസ്, ഓണത്തിന് അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, അപ്പം ഞങ്ങൾ എലവന്തിട്ടിലാണ് എൻ്റെ അച്ഛൻ്റെ വീട്. അപ്പോൾ അവിടേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ തിരുവോണത്തിൽ വന്ന് ഞങ്ങൾ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ പോയി. എന്നിട്ട് ഇത് വൈകിട്ട് തിരിച്ചു വരുന്ന സീനാണ്. അവിടുത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, ഞാൻ മറന്നുപോയി. ക്ലിപ്സൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും തിരിച്ചു വരുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയണേ ഫ്രണ്ട്സ്. കൊള്ളായിരുന്നു. അപ്പോൾ തിരുവോണം കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം, സോറി ഗൈസ്. അപ്പം നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ ബൈ.